എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഞാൻ നിൽക്കുന്നത് ചേലക്കര ഗ്രാമത്തിലാണ്. ഞാൻ വളരെ ഒരു വിഷമമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. അതായത് ഇത് ഉണ്ണിയേട്ടനാണ്. ഉണ്ണിയേട്ടൻ്റെ ഭാര്യ ഓമന ചേച്ചി ഒരു പൊതുപ്രവർത്തകയും നമ്മുടെ ഈ നാട്ടിലൊക്കെ അത്രയും വേണ്ടപ്പെട്ട ഒരു വലിയൊരു എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരു കണ്ണിലുണ്ണിയായിട്ടുള്ളൊരാളാണ്. ആ ചേച്ചിക്ക് കരൾ മാറ്റി വയ്ക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 80 ലക്ഷം രൂപയോളം വേണം. അപ്പോൾ അത് ബാക്കിയുള്ള ഉണ്ണിയേട്ടൻ പറയും. ഉണ്ണിയേട്ടാ, ഇപ്പോൾ എല്ലാവർക്കും നമസ്കാരം. വൈഫിൻ്റെ നില അത്രയും മോശമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർമാർ പറയുന്നത് എത്രയും പെട്ടെന്ന് കരൾ മാറ്റി വെച്ചേ പറ്റൂ. ഇനി അത് ഡിലേ ആവാൻ പാടില്ല, അതായത് നീണ്ടു പോകാൻ പാടില്ല. നീണ്ടു പോയി കഴിഞ്ഞാൽ അത് വളരെ വിഷമഘട്ടമാണ്. നീണ്ടു പോയാൽ പിന്നെ നമ്മളടുത്ത് ഡോക്ടർമാർക്കൊന്നും ചെയ്യാനില്ല ഇനി. അപ്പോൾ ഇതിന് നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഉണ്ടാകും. നമസ്കാരം. ഞാൻ ചേലക്കര ഗ്രാമപഞ്ചായത്ത് 21-ാം വാർഡ് മെമ്പറാണ്. എൻ്റെ 21-ാം വാർഡിൽ സ്ഥിരതാമസക്കാരായിട്ടുള്ള നെന്മനത്ത് പറമ്പിൽ ഉണ്ണിയേട്ടൻ്റെ ഭാര്യ ഓമന ഉണ്ണി ലിവർ മാറ്റിവെക്കേണ്ട ഒരു അവസ്ഥാവിശേഷമാണ് ഉള്ളത്. വളരെ ഗുരുതരമായ ഒരു രോഗം ബാധിച്ചിരിക്കുകയാണ്. ഇന്ന് അവർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. എത്രയും പെട്ടെന്ന് അവർ ലിവർ മാറ്റിവെക്കുന്നതിന് വേണ്ട ചിലവുകൾ ഒരുപാട് വരുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള ഒരു ധനസഹായം എല്ലാ നല്ലവരായ സുൻമനസ്സുകളിൽ നിന്നും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കാരണം പൊതുരംഗത്ത് വളരെ സജീവമായി നിന്നിരുന്ന ഓമന ചേലക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ കുടുംബശ്രീ രംഗത്തൊക്കെ സജീവ സാന്നിധ്യമാണ്. പൊതുരംഗത്ത് നിറഞ്ഞു നിൽക്കുകയും അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദിവ്യ ഉണ്ണി വളരെ ചെറുപ്രായമാണ്, 43 വയസ്സ് പ്രായമാണ്. ഉണ്ണിയേട്ടന് ശരിക്കും എന്താണ് ഉണ്ണിയേട്ടൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാൻ നിലവിലിപ്പോൾ ഞാനൊരു കൃഷിക്കാരനാണ്. കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചക്കറി, വാഴ, അങ്ങനത്തെ കൃഷിയായിരുന്നു. ഇടവിളകൾ അങ്ങനെ ഇപ്പോൾ ഒരു 3-4 വർഷമായിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലിപ്പോൾ 2024 ഈ വെള്ളപ്പൊക്കത്തിൽ ഒരു 2000 വാഴയോളം അതായത് ചങ്ങാലിക്കുടൻ വാഴ നശിച്ചുപോയി. ആ ഒരു കർഷകൻ എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ എനിക്ക് ആത്മഹത്യ മാത്രമേ എൻ്റെ മുന്നിൽ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഇപ്പം ഇങ്ങനെ ഒരു സംഭവം നടന്നത്. ഭാര്യയ്ക്ക് ഇങ്ങനെ കരൾ രോഗം കഴിഞ്ഞിട്ട് ഇപ്പോൾ അത് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ആരുടെയാണ് അത് നോക്കണം? മകൻ്റെയാണ് നോക്കണത്. അപ്പോൾ എനിക്കിപ്പോൾ ഒരു മകനേ ഉള്ളൂ. എന്തോ ഒരു അസുഖമായിട്ടൊക്കെ ഇരിക്കണ ആളല്ല. ഞാൻ ഓൾറെഡി 2016 എനിക്ക് ആൻജിയോപ്ലാസ് കഴിഞ്ഞ ആളാണ്. പിന്നെ ഹെർണിയുടെ ഓപ്പറേഷൻ ഇപ്പോൾ 1.5 വർഷം മുന്നേ കഴിഞ്ഞിട്ടുള്ളൂ. 2 കീ ഹോള് ചെയ്തു. പിന്നെ അത് കൂടാതെ കണ്ണിന് ഒരു 7-8 തവണ ഓപ്പറേഷൻ ചെയ്തു, 2 കണ്ണിനും കൂടി. അത് അസുഖം കൊണ്ട് നമ്മുടെ ആകെ പൊറുതിമുട്ടി. അത് നമ്മുടെ പൊതുസമൂഹത്തിനോട് ഞാൻ അഭ്യർത്ഥിക്കുന്നത്, അതായത് നിങ്ങളാൽ കഴിയുന്ന സഹായ സഹകരണങ്ങൾ ചെയ്ത് ഒരു ജീവൻ രക്ഷപ്പെടുത്തി തരണം. അപ്പോൾ എല്ലാവരും ഉണ്ണിയേട്ടൻ്റെ അക്കൗണ്ട് നമ്പർ എല്ലാം നമ്മളെ ഈ വ്ളോഗിൽ ഇടുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നിങ്ങളോട് കഴിയണത്, കാരണം നമ്മൾ ഒരു ദിവസം നമ്മൾ ഒരു 200 രൂപ ചിലവാക്കുക വെച്ചാൽ ആ 200 രൂപ നമ്മൾ ഓമന ചേച്ചിക്ക് വേണ്ടി അയച്ചു കൊടുക്കുക. നമ്മളതിൽ കഴിയണത് വലിയ എമൗണ്ട് അയക്കുകയാണെങ്കിൽ വലിയ എമൗണ്ട് അയക്കുക. അപ്പോൾ എല്ലാവരും കൂടിയാണെങ്കിൽ പലതുള്ളി പെരുവെള്ളം പോലെ നമുക്ക് ഓമന ചേച്ചിയെ രക്ഷിച്ചെടുക്കാൻ കഴിയും എന്നാണ് എനിക്ക് പറയാനുള്ളത്.